പുരുഷന്മാരും ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നു. അപ്പൊ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഫെമിനിസം വർക്ക്ഔട്ട് ആവുന്നത്. ഇത് മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായിക മുമ്പ് പറഞ്ഞതും ഇപ്പൊ പറയുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നെന്ന് പറയുന്നത്. സ്ത്രീ അനുവദിക്കാതെ അവളെ ഒരു അബ്യൂസ് ചെയ്യുന്ന രീതിയാണ് പല സീൻസിലും എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങനെ ഒരു അർത്ഥമൊന്നും മനസ്സിലായില്ല. ഞാൻ ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു. KGF-ന്റെ തന്നെ ഒരു കുറച്ചുകൂടി ഹൈ ലെവല് തോന്നുന്നുണ്ട്. ടോക്സിക് എന്ന് പറയുന്ന ഒരു മൂവിനെ കുറിച്ചാണ് അല്ലേ ശ്രീലേഖ? അതെ അതെ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇന്ന് ആ ഒരു ട്രെയിലർ കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് കണ്ടാലോ? ഓക്കെ, നീ പിടിച്ചോ. Beginning like Hollywood type. ഓ അതിന്റെ ആ ഇതിൽ കുറച്ച് സീൻസ് ഒക്കെ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് സിനിമേനെ ശരിക്കും തോന്നുന്നു. ഗീതു മോഹൻദാസിന്റെ ഡയറക്ടർ ബ്രില്യൻസ്. ഇതിലെ കാറിനെ കുറിച്ച് ഓ സീന് ഇനിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷ്വൽസ് അല്ലേ? അല്ല, അത് എനിക്കറിയില്ല, ഞാൻ കാണുന്നുള്ളൂ, ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു സീന്. സീരിയസ്ലി എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ ഈ സീൻ കണ്ടിട്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. റിയാക്ഷൻ ഓ അടിപൊളിയാ. ഓ ദളപതിയുടെ പ്രൊഡക്ഷൻ, ദളപതിയുടെ പുതിയ സിനിമ സീന്. യാഷിന്റെ ആ ഒരു സംഭവം അത് കിട്ടില്ല കേട്ടോ. ഓറ ഭയങ്കരമായിട്ട് യാഷിന്റെ ഭയങ്കര ഒരു ഓറ ഫീൽ ചെയ്യുന്ന ആ ഒരു നടന്നൊക്കെ വരുമ്പോഴേ ശരിക്കും ആ ഒരു KGF-ന്റെ തന്നെ ഒരു കുറച്ചുകൂടി ഹൈ ലെവല് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓ സീന് അടിപൊളി. ഒരു നെഗറ്റീവ് ഷെയ്ഡാണെന്ന് തോന്നുന്നു പുള്ളി അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉള്ള എപ്പോഴും ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണ് തോന്നുന്നത്. ഓ Daddy's home. Daddy's home, yes. Oh, സീന് ടോക്സിക്. ഇത് ആക്ച്വലി ഞാനൊരു കാര്യം ചെയ്തോട്ടെ. എനിക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു ടോക്സിക്കിന്റെ ട്രെയിലറില്, അതായത് ആ ഒരു കാറിന്റെ സീൻ ഉണ്ടല്ലോ, ആ കാറിൽ നടക്കുന്ന സീനും അതേപോലെ തന്നെ ബോംബ് ഒരുമിച്ച് ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്തും അത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധത ഉണ്ട് എന്ന് പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിപ്പോ മെയിൻ ആയിട്ട് ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കസബയ്ക്കെതിരെ ഗീതു മോഹൻദാസും അതുപോലെ തന്നെ അംഗങ്ങളും ഇതിലെത്തിയ പിന്നെയാണ് ഇതിനെ കുറിച്ച് കുറെ ചർച്ചകളാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ കസബയില് ഇപ്പൊ പല സീൻസിലായാലും ഒരു സ്ത്രീ അനുവദിക്കാതെ അവളെ ഒരു അബ്യൂസ് ചെയ്യുന്ന രീതിയാണ് പല സീൻസിലും എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇതിൽ ആ സ്ത്രീ നോ എന്ന് പറയുകയോ ഒന്നുമില്ല. ഇതൊരു മെയിൽ ഈഗോ സംഭവം കാണിക്കുന്നതാണ്. ഇത് നമ്മൾ ഈ സിനിമ എന്തായാലും പൂർണ്ണമായിട്ട് കാണാത്തൊരു സ്ഥിതിക്കേ ഇതിന്റെ ബാക്കി എന്താന്ന് വെച്ചിട്ട് നമുക്കിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റില്ലെന്നാണ് എന്റെ ഒരു പക്ഷം. പക്ഷെ നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായിക മുമ്പ് പറഞ്ഞതും ഇപ്പൊ പറയുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇതിന് മെയിൻ ട്രോൾ വരാനുള്ള ഒരു റീസൺ എന്നും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതായത് അത് രണ്ടും എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അതായത് ബോംബ് ബ്ലാസ്റ്റ് പുറത്ത് നടക്കുന്നതും കാറിൽ നടക്കുന്നതും തമ്മിൽ രണ്ടിലും സിമിലാരിറ്റി ഉണ്ടല്ലോ. ആ സിമിലാരിറ്റി സ്ത്രീയിലേക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലാവാൻ എനിക്ക് അങ്ങനെ ഒരു അർത്ഥമൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് ആ ഒരു വിവാദത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. കണക്ഷൻ ഒന്നും വലിയ കാര്യമായിട്ട് എനിക്കൊന്ന് റിൻഷിക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് വിശദീകരിച്ചു പറയും. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബോംബ് ബ്ലാസ്റ്റ് അവിടെ ഈ ഒരു കാറിൽ ഇതേ അറ്റ് ദ സെയിം ടൈം അവിടെ കാണിക്കുന്ന വിഷ്വൽസ് എന്താണെന്നുള്ളത് അറിയാലോ. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ പുറത്ത് ബോംബ് ബ്ലാസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് നടക്കുന്നത്, അതായത് കാറിന്റെ അകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതും രണ്ടും സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? മൂത്തോനൊക്കെ വെച്ച് നോക്കുമ്പോ ആ ഒരു ഫെമിനിസം ആൻഡ് ആ ഒരു ഇതിലോട്ടല്ല പുള്ളിക്കാരിയുടെ ഒരു ചിന്ത. ഇതിന്റെ അകത്ത് യാഷും കൂടി വരുന്നുണ്ട്. യാഷിന്റെ ഒരു KGF ഓറ നിലനിർത്തിക്കൊണ്ടാണ് ഇത് മോഹൻദാസിന് ഈ ഒരു സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും.
പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയേക്കുന്നത് ഒരു മെയിൽ ഈഗോ, മെയിൽ ഓറ, ആംഗ്രി, പിന്നെ ഒരു പാട്രിയാക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണിക്കണം. ഇപ്പൊ ഇതൊക്കെ ബോളിവുഡിൽ ഓൾറെഡി ഇങ്ങനത്തെ സീൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുള്ളതാ. ഹോളിവുഡിൽ വന്നിട്ടുണ്ട്, ബോളിവുഡില്ല. ശ്രീലേഖ പറഞ്ഞതുപോലെ തന്നെ ഹോളിവുഡ് മൂവീസിലൊക്കെ ഈ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ കാണുന്ന സമയത്ത് അങ്ങനെ ആരും റിയാക്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീരീസ് ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഇത് മലയാളത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഗീതു മോഹൻദാസ് പോലുള്ള സംവിധായക സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമുക്കറിയാവുന്ന തന്നെ പാർവതി തിരുവോത്ത് അടക്കമുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ വരെ ബാധിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ ഒരു ടോക്സിക് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ വിമർശകർ വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, മറ്റുള്ളവർ പറയുന്നുണ്ട്, ചില ആൾക്കാരെങ്കിലും ഞാൻ കമന്റ് സെക്ഷനിൽ വായിച്ചപ്പോൾ ചിലരെങ്കിലും പറയുന്നത് കേട്ടു, എന്തോ ടോക്സിസിറ്റിയുടെ ഇതൊക്കെ സാധാരണ വിഷ്വൽസ് അല്ലെങ്കിൽ ഇതിനൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത് ഫാമിലി ആയിട്ട് വന്നിട്ട് കാണാവുന്ന ഒരു പടം മാത്രമാണ് ഈ ട്രെയിലർ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു മറുഭാഗവും ഇതിനകത്തുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് രണ്ട് വശമുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തത് കൊണ്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്രയേറെ ഈ ട്രെയിലറിന് നെഗറ്റീവ് കമന്റ്സ് കിട്ടി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അല്ല, ഇത് ഓൾറെഡി ഗ്രോ അപ്പ് ആയിട്ടുള്ളവർക്കുള്ള സിനിമയാണെന്ന് അവരുടെ ടാഗ് ലൈനിൽ തന്നെ പറയുന്നു. ഒരു അഭിപ്രായത്തില് ഈ പുരുഷന്മാരും ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നു, അപ്പൊ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഫെമിനിസം വർക്ക്ഔട്ട് ആവുന്നത്. ഇതിൻ്റെ ഉള്ള ഏറ്റവും ഒരു ബ്രില്യൻസ് ഉള്ളത് ഇതിൽ 5 സ്ത്രീ കഥാപാത്രങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു എൻട്രി ആണ്. അവരുടെ ഓരോരോ ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റേഴ്സ് ഇറങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ 5 സ്റ്റാർസിനും ഓരോരോ നല്ല പവർഫുൾ, അത് നയൻതാരയുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി നടിമാരുണ്ട്, ഇപ്പൊ കിയാറ അദ്വാനി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എത്രത്തോളമാണ് ഈഗോ വർക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരു സിനിമയായിരിക്കാം അല്ലേ. അതുകൊണ്ടായിരിക്കാം ടോക്സിക് എന്ന് പറയുന്ന ഒരു മൂവിയുടെ ടൈറ്റിൽ തന്നെ അങ്ങനെ വന്നത് എന്നുള്ളതായിരിക്കാം അല്ലെ. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ, നമുക്ക് ഇതാണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇനി 19-ാം തീയതി അല്ലേ റിലീസ്? 19 19-ാം തീയതി മാർച്ചിലാണ് ഇതിന്റെ റിലീസ് വരാം. അപ്പൊ നമുക്ക് ആ സമയത്ത് ഒരു ട്രെയിലർ റിയാക്ഷൻ ആയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. ബൈ ഗൈസ്.